ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 4-ാം തീയതി ഒരു വിശേഷമുണ്ട്. ജാനകി ജയന്തിയാണ്. ആരാണ് ജാനകി? സീതാദേവിയാണ് ജാനകി. അപ്പോൾ എന്താണ് ജാനകി ജയന്തിയായിട്ട് ആഘോഷിക്കാൻ കാരണം? അതായത് ആ ദിവസമാണ് ദേവിയെ ജനക മഹാരാജാവിന് കിട്ടിയത്. നമുക്കറിയാം, ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. മിഥിലാപുരിയിൽ ക്ഷാമമുണ്ടായപ്പോൾ പണ്ഡിതന്മാരുടെ, ഋഷിശ്രേഷ്ഠന്മാരുടെ ഉപദേശപ്രകാരം രാജാവ് തന്നെ നിലം ഉഴുതു. ആ ഉഴുത സമയത്ത് അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്നും കിട്ടിയതാണ് സീതാദേവിയെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ, രാജാവിന് ദേവിയെ കിട്ടിയ ദിവസം നമ്മൾ ജാനകി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ദേവിയെ വിളിച്ച്, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ വളരെ ഐശ്വര്യമാണ് നമുക്ക് ഫലം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം, അതായത് മാർച്ച് 4-ാം തീയതി ഒരു ശുഭമുഹൂർത്തമുണ്ട്. രാവിലെ 9:38 മുതൽ 11:05 വരെയുള്ള സമയത്ത് നമുക്ക് ദേവിയെയും ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് സ്കൂളിൽ പോകും. അതല്ല, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർ ജോലി സ്ഥലങ്ങളിലായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജോലി സ്ഥലങ്ങളിലിരിക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ എന്തായാലും നമ്മൾ ഓഫീസിൽ ചെന്നിരിക്കുമല്ലോ, ആ സമയത്ത് നമ്മുടെ മനസ്സിലെങ്കിലും ഭഗവാനെ വിളിച്ച്, ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉത്തമമായ സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത്. അതുകൂടാതെ രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഭഗവതിയെയും ഭഗവാനെയും ഉൾപ്പെടുത്തുക. ഈ സമയം പക്ഷേ നമ്മൾ ഉപേക്ഷിക്കരുത്. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുതരികയുള്ളൂ. നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇതുപോലെയുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടും ഇതുപോലുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളെ പറ്റി അറിവില്ലാത്തത് കൊണ്ടുമാണ് നമ്മുടെ കുട്ടികളൊക്കെ വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ എത്തപ്പെടുന്നത്. ആരെയും കൊല്ലാനും ഉപദ്രവിക്കാനും ഒന്നും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഒക്കെ പോകുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയൊക്കെ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളായാലും നമ്മുടെ കുട്ടികളെ ആയാലും പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഇതുപോലുള്ള ഇതിഹാസങ്ങളും കഥകളും ഒക്കെ മനസ്സിലാക്കി വളരുന്ന ഒരു കുട്ടി ഒരിക്കലും ഇതുപോലുള്ള ഹിംസപ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. ജാനകി ജയന്തിയാണ് മാർച്ച് 4-ാം തീയതി. മാർച്ച് 3-ാം തീയതിയിലെ പ്രത്യേകത എന്തായിരുന്നോ എന്ന് നമ്മൾ പഠിച്ചു. ശബരി മാതാവാണ്. നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലും കീഴടക്കിയ, അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും കീഴടക്കിയ ആ ഒരു സാധു സ്ത്രീയാണ് ശബരി മാതാവ്. ഇതുപോലുള്ള കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അയോധ്യയിൽ ഇപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ആദ്യത്തെ ജാനകി ജയന്തിയാണ്. അതുകൊണ്ട് വളരെ വളരെ പ്രത്യേകതയുണ്ട്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അതായത് ഒരു വീട് വെക്കാൻ വസ്തുവില്ലാതിരിക്കുക, സ്ഥലം മേടിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് അന്നേ ദിവസം നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെന്ന് പറയുന്നു. മഹാലക്ഷ്മി തന്നെയാണ് സീതാദേവി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ദേവിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കാം നമുക്ക് അന്നത്തെ ദിവസം. അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും മുമ്പ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് പോലെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായ ഫലം ലഭിക്കണമെങ്കിൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ ഗീതാ ക്ലാസ് ഇടുന്നുണ്ട്. കാരണം നമ്മുടെ സാധാരണ ഗീതാ ക്ലാസ് ഇടുന്നത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ്. എല്ലാവരും ഗീതാ ക്ലാസ് കയറി കണ്ട് മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ഒരു
ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാനായിട്ട് പലർക്കും സമയം കിട്ടണമെന്നില്ല. നമ്മുടെ വീടിനടുത്തൊന്നും ഗീതാ ക്ലാസ്സുകൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകണമെന്നില്ല. അഥവാ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്കത് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും കയറി കാണുക. ഭഗവാൻ എന്താണ് അർജുനൻ ഇനി ഉപദേശിച്ചു കൊടുക്കുന്നത്. കാരണം സാഖ്യയോഗം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം. ഇനി എന്താണ്, കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഏകാദശി വരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന മഹാശിവരാത്രി വലിയ പ്രത്യേകതയുള്ള മഹാശിവരാത്രിയാണ് ഇത്തവണത്തേത്. കാരണം പ്രദോഷവും മഹാശിവരാത്രിയും കൂടി ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഉമാമഹേശ്വര സ്തോത്രം ജപിച്ച് തുടങ്ങണം. ഉമാമഹേശ്വര സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. അത് നോക്കി എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, പഠിച്ച് ജപിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത്. കാരണം ഞാൻ വലിയ ഗായികയല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കരമായ രീതിയിൽ ജപിച്ച് തരാനൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണണം. അത് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ജപിക്കണം. അതെല്ലാം എഴുതിയെടുത്ത് ജപിക്കണം. വളരെ ഉത്തമമാണ് ഈ ഒരാഴ്ച അത് ജപിക്കുന്നത്. കാരണം അത് ജപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-ാം തീയതി ആണല്ലോ മഹാശിവരാത്രി. അതിന് മുമ്പ് അതിൻ്റേതായ ആ ഒരു വ്രതനിഷ്ഠയിലൂടെ നിങ്ങൾ കടന്നു പോകും. വളരെ ഉത്തമമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ജപിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ജപിക്കുക. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ജപിക്കണം. അതുപോലെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴും വ്രതം എടുക്കുന്നത് കാണുമ്പോഴും ഒരുപാട് ആളുകൾ നമ്മളെ അതിനകത്തു നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ സ്ഥിരമായി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, വ്രതമെടുത്താൽ ഭഗവാൻ കൂടുതൽ പരീക്ഷിക്കും, കൂടുതൽ ദുഃഖങ്ങൾ തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത്. അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കാതെയും നമ്മളിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പം ഞാൻ, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, എൻ്റെ കുട്ടിക്ക് അസുഖം വന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ദുഃഖങ്ങളുണ്ടാകുന്നത്. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ രാവിലെ എഴുന്നേറ്റ് കള്ളും കുടിച്ച് അല്ലെങ്കിൽ വല്ലവരുടെയൊക്കെ നെഞ്ചത്തും കയറി നടക്കുന്നവർക്ക് എന്ത് ദുഃഖമുള്ളത്? അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പം നമ്മൾ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥനയില്ലാതെ രാവും പകലും വല്ലവൻ്റെ നെഞ്ചത്ത് കയറി കള്ളും കുടിച്ച് നടക്കുന്ന ആളിന് എന്ത് ദുഃഖമാണ്? അപ്പം നമ്മളെന്താ പറയുന്നത്? അവൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, അവൻ എന്ത് ദുഃഖം, അവൻ എന്ത് സുഖം, സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പറ്റി തന്നെ ആലോചിക്കുക. അദ്ദേഹത്തിന് തൻ്റെ പ്രജകൾ എന്ന ഒരു ചിന്തയുണ്ടായിരുന്നത് കൊണ്ടാണ് സ്വന്തം ഭാര്യയെപ്പോലും, ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെപ്പോലും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നത്. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം പോലും അദ്ദേഹത്തിന് കാണാൻ പറ്റാതായത് അദ്ദേഹത്തിന് എന്ത് ചിന്തയുണ്ടായിരുന്നത് കൊണ്ടാണ്? തൻ്റെ പ്രജകൾ. കാരണം താൻ രാജാവാണ്. തൻ്റെ ധർമ്മമെന്ന് പറയുന്നത് എന്താണ്? പ്രജാസേവന തൽപരനാണ് അദ്ദേഹം. പ്രജകളെ സേവിക്കുക എന്നുള്ളതാണ്. തൻ്റെ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ചിന്തിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം ദുഃഖം, സ്വയം ഒരു ദുഃഖം, ആ ദുഃഖം അദ്ദേഹം കടിച്ചമർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രജകൾക്ക് വേണ്ടി ജീവിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് സീതാദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. മറ്റൊരു വിവാഹം അദ്ദേഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആലോചിക്കുമ്പോൾ സീതാപതിയാണ്, സിയാരാമനാണ്, അല്ലേ? സീതാരാമനാണ്. അപ്പം സീതയില്ലാതെ ഭഗവാനില്ല. ആ രീതിയിലാണ് ഭഗവാനെ പറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ പത്നിയെ ഉപേക്ഷിക്കണമെങ്കിൽ, കാരണം തൻ്റെ പത്നി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്, എന്നിട്ടും ഉപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ പ്രജകളോടുള്ള, താൻ രാജാവാണ്, തൻ്റെ പ്രജകളോടുള്ള ആ കടമ അദ്ദേഹം നിർവഹിക്കുകയാണ്, സ്വയം ദുഃഖം ഏറ്റുവാങ്ങിക്കൊണ്ട്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് ദുഃഖമാണ് ഉണ്ടാകുന്നത്, അല്ലേ? അദ്ദേഹം അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ പ്രജകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ രാജാവാണ്, ആ സുഖഭോഗങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആസ്വദിക്കും, എൻ്റെ ജനങ്ങൾ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും സുഖമായി ജീവിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഭരണാധികാരികളുള്ള രാജ്യത്ത്
എങ്ങനെയാണ് ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നത്? ആ രാജ്യത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മഹത്വം നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഭഗവാൻ അന്ന് അവിടെ ദുഃഖമുണ്ടായി. എന്തുകൊണ്ടാണ്? ഭഗവാൻ മറ്റുള്ള തൻ്റെ പ്രജകളെ പറ്റി ആലോചിച്ചത് കൊണ്ടും ചിന്തിച്ചത് കൊണ്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടെ കുടുംബത്തെ പറ്റിയും ഒക്കെ ആലോചിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളിതൊന്നും ആലോചിക്കാതെ രാവും പകലും തോന്നിവാസം കാണിച്ച് കള്ളും കുടിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാകാനിടയില്ല. അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്യാനുള്ള മനഃശക്തി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാ മനുഷ്യർക്കും ദുഃഖങ്ങളുണ്ട്, ഒരു തരത്തിലുള്ളെങ്കിൽ മറ്റൊരു തരത്തിൽ. പിന്നെ നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് കൂടുതലും കുറവുമൊക്കെ ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ വ്രതങ്ങൾ എടുക്കുക, ഏകാദശി എടുക്കുക, ഷഷ്ടി വ്രതങ്ങൾ എടുക്കുക. ഇതുപോലുള്ള വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതെല്ലാവരും ചെയ്യുക. തീർച്ചയായിട്ടും ഏകാദശികൾ എടുക്കുകയും ഷഷ്ടിവ്രതങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ മുൻജന്മ പാപങ്ങൾ തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാകും. പിന്നെ പെട്ടെന്ന് ഓരോരുത്തർക്ക് ഗുണം കിട്ടുന്നതും ചിലപ്പം കുറച്ച് കാലതാമസം എടുക്കുന്നതിനും കാരണം നമ്മൾ നമ്മുടെ മുൻജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളുടെ ഫലമായിരിക്കാം അതിനൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിർത്താതെ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം ഉണ്ടാകും. പലരും നമ്മളെ തിരുത്തും, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അബദ്ധധാരണകളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള യാതൊരു ചിന്തകളിലും നിങ്ങൾ പോയി വീഴരുത്. പ്രാർത്ഥിക്കുക, വ്രതങ്ങളൊക്കെ കൃത്യമായി എടുക്കുക, ഗീതാ ക്ലാസ്സൊക്കെ വായിച്ച് പഠിക്കുക, നാമം ചൊല്ലുക, ജപിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഇന്നും നാളെയും ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ശബരി മാതാവിനും ഹനുമാൻ സ്വാമിക്കും ഒക്കെ വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ അവരെ കൂടെ ഉൾപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. കാരണം ഇപ്പോൾ ആ പ്രതിഷ്ഠയൊക്കെ നടന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ധാരാളം മന്ത്രോച്ചാരണങ്ങളും ഒക്കെ വന്നിട്ട് ഭഗവാൻ ഒരു ശക്തിയൊക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അതിനുശേഷം വന്ന ആദ്യത്തെ സീതാജയന്തിയാണ്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അതുണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും ഈ കാര്യം ഞാൻ നിങ്ങളെ വന്ന് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കുട്ടികളെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മൾ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏകാദശിക്ക് വേണ്ടി തയ്യാറെടുക്കുക, മഹാശിവരാത്രിക്ക് വേണ്ടിയും തയ്യാറെടുക്കുക. കഥകളൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും കാത്തിരിക്കുക. ഹരേ കൃഷ്ണ.